ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ട് നമുക്കിപ്പോൾ ഈ ഒരു ചില ആശയവിനിമയങ്ങൾ നടന്നു അതിലേക്ക് തന്നെ പോവാം. वो चोरल मालूम होते सर, वो मॉर्निंग में जो हम ये चंद्रू जिसका हम काउंट कर रहे थे ना, चंद्रभान, तो अभी जब यहाँ से लेके आए तो ये काउंटेड इट ट्वाइस सर. उनको लगा कि ये सेकंड बॉडी है, बट वो सेम वही बॉडी है सर. अभी क्या 5% है. Now total 3 deaths. 5 are there. 5 deaths confirmed. 3 deaths confirmed, 5 are missing. Who are the death persons? Vikas Kumar. Vikas Kumar is there. One moment, sir, I'm getting a call, please. Sir, hello. Sir. കമ്പനിയുടെ ആളുകളാണ് അവർ ഈ മരിച്ചവരെ കുറിച്ചും കാണാതായവരെ കുറിച്ചുമൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്ത് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ 4 പേരുടെ മരണം, അതായത് 2 പേർ നേരത്തെ മരിച്ചിരുന്നു. 2 പേരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും എത്തിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും 5 പേരുടെ 5 കാണാതായിരിക്കുന്നു. അതായത് നേരത്തെ IC ബാലകൃഷ്ണൻ MLA അടക്കം പറഞ്ഞത് 7 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ആണ്. 2 പേർ നേരത്തെ തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും അതിനുശേഷം 2 പേരുടെ മരണം കൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 7 പേരെ കാണാനുണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് 5 പേരെയാണ് ഇനി കാണാനുള്ളത്. 9 പേർ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. അവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ദ്രുതഗതിയിലുള്ള അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിന്ന് പറയാൻ കഴിയുന്ന വണ്ണമുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആ മണ്ണ് മൂടിയ മേഖലകൾ ഒന്നടങ്കം ആളുകൾ, ഈ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെയും മറ്റ് പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നു. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ വഴി തെരച്ചിൽ നടത്തിയ ശേഷം പിന്നീട് അവ പുറത്തേക്ക് എത്തിച്ച് ആ മണ്ണ് ഈ മീനാക്ഷി പാലത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല വൈക്കാണ് കയറുന്നത്, ശ്രദ്ധിക്കണേ. അതേ പറയാം. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ 5 പേരെ കാണാതായിട്ടുണ്ട് എന്നത് നമുക്ക് സ്ഥിരീകരിച്ച് തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. 4 മരണം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം 4 മൃതദേഹങ്ങൾ ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഏറെ ദുഃഖകരമാകുന്ന ഒന്ന്, അപ്രതീക്ഷിതമാകുന്ന ഒന്ന്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചില്ല, ഇതൊരു മനുഷ്യനിർമ്മിതമായ അപകടമായി മാറിയോ, ഇതൊരു പ്രകൃതിക്ഷോഭമല്ല, മണ്ണ് അശാസ്ത്രീയമായി സംഭരിച്ചത് മൂലമുണ്ടായ മനുഷ്യനിർമ്മിതമായ ദുരന്തമാണിത് എന്നത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. മഴക്കാലമാണ് എന്നത് സ്വാഭാവികമായും ഈ നിർമ്മാണ കമ്പനികൾക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് പിഴവാണ് സംഭവിച്ചത് എന്നതിൽ ഒക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിൽ തീർച്ചയായും രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അത്തരത്തിലുള്ള ശ്രമകരമായ ദൗത്യം അവിടെ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട് മണിക്കൂറുകളായിരിക്കുന്നു. പക്ഷേ ടൺ കണക്കിന് മണ്ണാണ് ഈ മുകളിലേക്ക്, ആളുകളുടെ മുകളിലേക്ക് പതിച്ചിട്ടുള്ളത് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ചെളിയും അതോടൊപ്പം തന്നെ മണ്ണ് എല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് തുടരുന്നത്. അപ്പോൾ പോലും ഇത്തരത്തിൽ മണ്ണ് നീക്കുക എന്നതൊക്കെ ഏറെ ശ്രമകരമാകുന്ന ഒന്ന് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ സംഘവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുടെയും മറ്റുമൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മാത്രമാണ് എത്ര പേർ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടാകാം, എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെ വ്യക്തത കൈവരികയുള്ളൂ. നേരത്തെ ഒരു പക്ഷേ തൊഴിലാളികൾ ആണ് പെട്ടുപോയത് എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസമായി കനത്ത മഴയായതിനാൽ അവിടെ തൊഴിൽ ഉണ്ടായിരുന്നില്ല. നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു വലിയ ദുരന്തത്തിലേക്ക് പോയില്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് അവിടുത്തെ സാഹചര്യം എന്നൊക്കെ വിലയിരുത്താൻ പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് സാഹചര്യവുമൊക്കെ പൂർണ്ണമായും വിലയിരുത്തും. അതിനിടെ പരിക്കേറ്റവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം സർക്കാർ ഉറപ്പാക്കണമെന്ന ആവശ്യവുമുണ്ട്. നിലവിൽ 9 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അനീഷ്, തുടരുമ്പോൾ നമുക്കിപ്പോഴും കൃത്യമായ വിവരങ്ങളൊന്നും പങ്കുവയ്ക്കാൻ പറ്റണമെന്നില്ല. എങ്കിലും ഈ പ്രതികരണങ്ങളിലൂടെയും ഒക്കെ ലഭിക്കുന്ന കണക്കുകൾ എപ്രകാരമാണ് അനീഷ്? അഭിലാഷ്, ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ എത്ര മേൽ ആഘാതത്തിലാണ് ഈ മണ്ണ് താഴേക്ക് പതിച്ചതെന്ന് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഇടം തന്നെ മതിയാവും. പ്രത്യേകിച്ചും ഒരു വീടാണത്. ആ വീടിന്റെ ആ ഭാഗത്തേക്കാണ് കോൺക്രീറ്റുകളടക്കം വന്നിരിക്കുന്നതിന്റെ ഒരുപക്ഷെ പോർച്ച് ഭാഗമായിരിക്കാം ഇങ്ങേയറ്റത്തുള്ളത്. വരാന്ത പോലുള്ള ഭാഗം അവിടെ പൂർണ്ണമായും അവിടുത്തെ ബീമുകൾ പോലും തകർന്നിരിക്കുന്നു. അടിത്തറ മുതൽ മുകളിലേക്കുള്ള ഭാഗങ്ങൾ തകർന്നിരിക്കുന്നു. ആ ബീമൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. ആ വീടിന്റെ ഏതാണ്ട് 1ാം നില മൂടുന്നത് വരെ ആ മണ്ണ് വീണ് നിരന്നിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല എന്താണ്. അതുകൊണ്ടൊരു വലിയ അപകടം ഒഴിവായിരിക്കുന്നുവെന്നും കരുതേണ്ടി വരും. ആ വീട് മുറ്റത്താണ് ഒരു പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന മുറ്റത്തേക്കുള്ള ഗേറ്റ് ഇറങ്ങിപ്പോകുന്ന ഇടത്താണ് നിൽക്കുന്നത്. ഏതാണ്ട് അവിടം വരെ മണ്ണ് വീണിരിക്കുന്നു. അതായത് എത്രമേൽ ആഘാതത്തിലാണ് അല്ലെങ്കിൽ എത്രമേൽ കരുത്തോടുകൂടിയാണ് ആ മണ്ണും പാറക്കഷ്ണങ്ങളും ചെളിയും ഒക്കെ താഴേക്ക് ഇളകിപ്പോകുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ്. അത് പുഴയുടെ മറുകരയിലുള്ള വീടാണ്. അതായത് മീനാക്ഷി പാലത്തിന് ഇപ്പുറം പുഴയുടെ മറുകരയിലുള്ള വീടാണിത്. ആ വീട്ടിൽ പോലും നിൽക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ആ വീടിന് പോലും നിലനിൽക്കാൻ കഴിയാത്ത വിധം അതിശക്തമായ രീതിയിൽ ചെളി താഴേക്ക് അടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അത്രമേൽ വലിയ ഒരു ആഘാതമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ താഴേക്കൊക്കെ പോയാൽ ഒരുപക്ഷെ ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവിടെയൊക്കെ ഭാഗ്യത്തിന് അധികം താഴേക്ക് പോകുന്ന ഒരു രീതി പ്രവണത ഉണ്ടാവാഞ്ഞത് കൊണ്ട് തന്നെ ആ അപകടത്തിന്റെ ഒരു വ്യാപ്തി കുറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപഴകിയവർക്ക് മാത്രം അതിന്റെ ഒരു ആഘാതത്തിലേക്ക് എത്തും. മറിച്ച് നാട്ടുകാരായ പ്രാദേശിക വാസികൾ, ഇവിടെ താമസിക്കുന്ന ആളുകളൊന്നും ഇതിൽ പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ കണക്കാക്കാൻ കഴിയുന്നത്. ദൂരെ നമുക്ക് നോക്കിയാൽ ദൃശ്യങ്ങൾ കാണാം. അവിടെ നിന്നും ഒരു കരയിൽ നിന്നുമുള്ള ആളുകൾ മറുകരയിലേക്ക് വരുന്നത് അവരുടെ ബാഗുകളും കുട്ടികളെയും ഒക്കെ തോളിൽ ഏന്തിക്കൊണ്ട് വരുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, അവരുടെ കുട്ടികൾ ഒരു വശത്തും അവരുടെ രക്ഷകർത്താക്കളും മുതിർന്നവരുമൊക്കെ മറ്റൊരു സ്ഥലത്തുമായി ഒറ്റപ്പെട്ടുപോയി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷാപ്രവർത്തകർ തോളിലൊക്കെ എടുത്ത് മറുവശത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ പണ്ട് ചൂരൽമലയിലും കണ്ടതാണ്. ഈ ഒരു വശത്ത് കുടുങ്ങിപ്പോയ പുഞ്ചിരവട്ടത്തെയും മറുവശത്തേക്കൊക്കെയുള്ള തൊഴിലാളി ലയങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ അന്ന് കണ്ടതാണ്. എന്തായാലും ആ രീതിയിൽ തന്നെ അന്ന് അവിടുത്തെ പാലം തകർന്നു പൂർണ്ണമായും ഒലിച്ചുപോയി. ബെയിലി പാലമൊക്കെ ഉണ്ടാക്കിയാണ് സൈന്യത്തിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സഹായത്തോടുകൂടി ആളുകളെ പുറത്തേക്ക് എത്തിച്ചെങ്കിൽ ഇന്ന് ആ പാലത്തിന്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് പാളി ഒന്നടങ്കം മീനാക്ഷി പാലത്തെ ആവരണം ചെയ്ത് നിൽക്കുകയാണ്. ആ മണ്ണും വന്ന് വലിയ രീതിയിൽ മൂടി ആ മീനാക്ഷി പാലം തന്നെ ഏതാണ്ട് നികന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടേക്കാണ് ഈ രക്ഷാപ്രവർത്തകർ കുട്ടികളെയും അവിടെ നിന്നുള്ള ആളുകളെയും ഒക്കെ രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച. അവരെ തോളിലേറ്റിയാണ് ആ ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റൊരു മുഖമാണ്. കാരണം ഈ അപകടത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഒരു വശത്ത് നടത്തുമ്പോൾ മറുവശത്ത് ജീവിക്കുന്ന ആളുകളെ സുരക്ഷിതമായ സങ്കേതങ്ങളിലേക്ക് എത്തിക്കുക എന്നതും ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗമാണ്. പ്രത്യേകിച്ചും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്കൂളുകൾക്കും മറ്റുമൊക്കെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ വലിയ ഒരു സംഖ്യ ആളുകളുണ്ട്. നമുക്ക് കാണാം നിരനിരയായി ആളുകൾ പുറത്തേക്ക് വരുന്നത്. രക്ഷാപ്രവർത്തകർ ഈ ചില കുട്ടികളെയൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഒപ്പം മുതിർന്ന ആളുകളും ആ കുട്ടികളെ പുറത്ത് ഏന്തിയാണ് മറുവശത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം വളരെ ശ്രദ്ധിച്ചു വേണം
ആ ഒരു പാലം അപകടാവസ്ഥയിലുള്ള പാലത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് തോളിൽ ചുമന്നാണ് അവരുമായി ആ പാലത്തിന്റെ ഭാഗത്തേക്ക് വരുന്നത്. ആ പാലത്തിന്റെ ആ ഭാഗം പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. രക്ഷാപ്രവർത്തകർ ആ പാലത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. വളരെ ശ്രദ്ധിച്ച് രക്ഷാപ്രവർത്തകരുടെ കൈ പിടിച്ച് തോളിലുള്ള കുഞ്ഞുങ്ങളുമായി മറുവശത്തേക്ക് നീങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ അതിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തകർ കാണാം സ്വന്തം മാതാപിതാക്കൾക്ക് തന്നെയാവും ആ കുട്ടികളെ പുറത്തേക്ക് എത്തിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഒരു പലായനത്തിന്റെ ദൃശ്യങ്ങളെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് ഒരു വശത്ത് അകപ്പെട്ടു പോയ ജനത മറുവശത്തേക്ക് എത്തുന്ന കാഴ്ച. ഒരു ഭാഗത്ത് ഈ മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള കടാവർ ഡോഗുകളുമായൊക്കെ ഈ സേനാ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തുമ്പോൾ, മറുവശത്ത് മണ്ണുമാന്തി യന്ത്രങ്ങൾ തുടർച്ചയായി മണ്ണ് നീക്കി കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുമ്പോൾ, ഒരു വശത്ത് കുടുങ്ങിപ്പോയ ജനങ്ങളുമായി രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് എത്തുന്നത്, അവരെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുന്ന കാഴ്ച. സ്ത്രീകളുണ്ട്, അതിൽ കുട്ടികളുണ്ട്. കുട്ടികളെ തോളിൽ ചുമന്ന് പുറത്തേക്ക് എത്തിക്കുന്ന രക്ഷാപ്രവർത്തകരുണ്ട്. കുട്ടികളെ സ്വന്തം ചുമലുകളിലേറ്റി പുറത്തേക്ക് എത്തിക്കുന്ന രക്ഷാകർത്താക്കളുണ്ട്. അങ്ങനെ അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തേക്ക് നേരത്തെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നമ്മോട് പറഞ്ഞിരുന്നു. ഒരു വശത്ത് കുട്ടികൾ ഒറ്റപ്പെട്ടു പോയി, മറുവശത്ത് രക്ഷാകർത്താക്കൾ ഒറ്റപ്പെട്ടു പോയി. ഇരു കൂട്ടർക്കും ഒന്നുചേരാൻ കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് ഈ പാലത്തിന് അപ്പുറത്തുള്ള ജീവിതം ദുസ്സഹമാണ്. കാരണം ഇനിയും ഒരു പക്ഷേ ഉരുൾപൊട്ടലിനോ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിനൊക്കെ ഉള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച. ഒരുപാട് ആളുകൾ ആ മേഖലയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ജനവാസ മേഖലയാണ് ഈ മീനാക്ഷി പാലത്തിന് അപ്പുറം ഉണ്ടായിരുന്നത്. അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ സാഹചര്യം. അവർ തങ്ങളുടെ അത്യാവശ്യം വേണ്ട സാധന സാമഗ്രികളൊക്കെ എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഒരുപക്ഷെ ഈ തെരച്ചിലും ആളുകളെ കണ്ടെത്താനുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാവും ഈ പാലം വീണ്ടും പുതുക്കി അത് ജനങ്ങളുടെ സഞ്ചാരത്തിനായി വിനിയോഗിക്കാനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ അധികൃതർ കടക്കുക. എന്തായാലും ആളുകളെ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കുന്നു. കൈകളിൽ പിടിച്ച് സുരക്ഷിതമായ കരങ്ങൾ ഒരു കരത്തിൽ നിന്നും മറ്റൊരു കരത്തിലേക്ക് കൈമാറി അവരെ സുഗമമായി ആശ്വാസ തീരത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതീവ ദുർഘടമായ ഒരു വഴിയാണ്. കാരണം വഴിയൊന്നും പറയാൻ അവിടെ ഇല്ല. ആ അപകടത്തിൽ പൂർണ്ണമായും ആ വഴി തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ പാലത്തിന്റെ മുകളിൽ ഒരു വലിയ കോൺക്രീറ്റ് പാളി അടർന്നു വീണിരിക്കുന്നു. പാലം മുഴുവനായി തന്നെ മണ്ണിൽ അമർന്നു പോയിരിക്കുന്ന ഒരു കാഴ്ച. അവിടെയാണ് സാഹസികമായി തന്നെ രക്ഷാപ്രവർത്തകർ നിൽക്കുകയും കൈകൾ ചേർത്ത് പിടിച്ച് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറി അവരെ സുരക്ഷിതമായ മറുകരയിലേക്ക് എത്തിക്കുന്നത്. കുഞ്ഞുങ്ങളെ ചുമരിലേറ്റിയും സ്ത്രീകൾക്ക് ജാഗ്രതയോടെ കൈപിടിച്ചുമൊക്കെയാണ് അവർ വരുന്നത്. വരിവരിയായി ആളുകൾ സുരക്ഷാ തീരത്തേക്ക് എത്തുന്ന കാഴ്ച. സുരക്ഷിതമായ ഒരിടത്തേക്ക് അവർ കൈപിടിച്ച് കൈകോർത്ത് വരിവരിയായി നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മറുവശത്ത് ഇപ്പോഴും വലിയ അളവിലുള്ള ലോറിക്കണക്കിന് മണ്ണാണ് ഉറച്ചിരിക്കുന്നത് ആ തുരങ്കത്തിന്റെ ഭാഗത്തോട് ചേർന്ന്. അത് ഒരുപക്ഷെ ഇന്നത്തെ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യം, വീണ്ടും മഴ കനക്കുന്ന സാഹചര്യം, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെറിയ സ്ഥലപരിധിക്കുള്ളിൽ വലിയ തോതിൽ മഴ പെയ്യുന്ന അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യം ഒക്കെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അവരെയൊക്കെ സുരക്ഷിത തീരത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ സുരക്ഷിതമായ സങ്കേതത്തിലേക്ക് മാറ്റുക എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുക. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തകരുടെ കൈപിടിച്ച് അവർ ആശ്വാസ കരയിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. യെസ്, സൂചിപ്പിക്കുന്ന പോലെ തന്നെ അങ്ങേയറ്റം ഭയാനകമാകുന്ന ദൃശ്യങ്ങളായിരുന്നു, ഏറെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു അല്പസമയം മുമ്പ് വരെ. ഇപ്പോഴും ആ ദുരന്ത ഭൂമിയിൽ നിന്ന് അത്തരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതായി വരുന്നത്. ഇതാ പ്രേക്ഷകർക്ക് ടെലിവിഷൻ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അത് രക്ഷാപ്രവർത്തനം, അതായത് ഈ കുടുങ്ങിപ്പോയവരെ, മണ്ണിനടിയിൽ പോയവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി കാണുന്നത് ആ ഒരു അപകടത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൻ്റെ തീവ്രത വിളിച്ചോതുന്ന ദൃശ്യങ്ങളാണ്. അത്രമേൽ വലിയ അളവിൽ ആണ് ചെളിയും മണ്ണും എല്ലാം കലർന്ന തരത്തിൽ ആ മണ്ണ് അവിടെ നിന്ന്, അതായത് മുകളിൽ നിന്ന് താഴെ റോഡിലേക്ക് പതിക്കുന്നത്. എത്ര പെട്ടെന്നാണ് ആ മണ്ണ് ഭൂമിയിലേക്ക്, അതായത് ഉപരിതലത്തിൽ പതിച്ച് ആ റോഡിലേക്ക് പതിച്ച് അവിടെ നിന്ന് പിന്നീട് മുന്നോട്ട് നീങ്ങിയത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ദൃശ്യം എന്നതാണ് ഇത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.